കാക്കകൾ രണ്ട് തരമാണ് കേരളത്തിൽ കാണാറുള്ളത്. പേനക്കാക്കയും ബലിക്കാക്കയും. പേനക്കാക്കയെ രാമൻ കാക്ക എന്നും ബലിക്കാക്കയെ കണ്ണാറൻ കാക്ക എന്നുമാണ് പറയുന്നത്. പിതൃപ്രീതി നേടാനും ശനീശ്വരൻ്റെ അനുഗ്രഹം നേടാനും കാക്കകൾക്ക് വൃത്തിയുള്ള സ്ഥലത്ത് പതിവായി ഭക്ഷണം കൊടുക്കുക. ശനിയാഴ്ച ദിവസം എള്ളും ചോറും കൂടി കലർത്തി കാക്കകൾക്ക് വൃത്തിയുള്ള സ്ഥലത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ശനി ദശ ദോഷങ്ങൾ നമുക്ക് ഏൽക്കാണ്ടിരിക്കും. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയെയും പക്ഷികളെയും നോക്കിയാണ് നമ്മുടെ പൂർവികർ അതിഥികൾ വരുന്നത് കണക്കാക്കാറ്. കാക്ക ഒരു പ്രത്യേക സ്വരത്തിൽ കരയുകയും വിരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്താൽ ഒരു പിടി അരി അവർ കരുതി വയ്ക്കും അതിഥികൾക്കായിട്ട്. കാക്ക ഇരിക്കുന്ന ദിശയിൽ നിന്ന് വിരുന്നുകാർ പുറപ്പെടും എന്നതിൻ്റെ സൂചനയായിട്ട്. അത് പലപ്പോഴും സത്യമായിട്ടുണ്ട്. കാക്ക മേൽക്കൂരയുടെ മുകളിലിരുന്ന് കരയാൻ പാടില്ല. വടക്ക് കിഴക്ക് ദിശയിൽ കാക്കക്കൂട് വരാൻ പാടില്ല. അത് വളരെ ദോഷമാണ്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി വീട്ടിൽ പോസിറ്റീവ് എനർജി വന്നു ചേരും. കാക്ക ദേഹത്തോ തലയിലോ മാന്തുകയോ അല്ലെങ്കിൽ വന്നിരിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് അശുഭ ലക്ഷണത്തെ കാട്ടുന്നു. കാക്കകൾ വായയിൽ സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും കുത്തിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ശുഭകരമാണ്. ഒന്നുകിൽ ഒരു മഞ്ഞ പൂവാവാം, അല്ലെങ്കിൽ മഞ്ഞ പഴങ്ങളാവാം, അല്ലെങ്കിൽ മഞ്ഞ വിത്താവാം, മഞ്ഞ കൊമ്പുകളാവാം. എന്തായാലും മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും കാക്ക വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് വളരെ ഐശ്വര്യത്തെയാണ് കാട്ടുന്നത്. തുറന്നിട്ട വാതിലിലും ജനലിലൂടെയും കാക്ക വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് വളരെ ദോഷമാണ്, അശുഭ സൂചനയാണ് കാട്ടുന്നത്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പലരും വിളക്ക് തെളിയിച്ച തിരി അണച്ചിട്ട് അലക്ഷ്യമായി തൊടിയിൽ വലിച്ചെറിയാറുണ്ട്. ആ തിരി കാക്ക കുത്തി പറക്കണത് കണ്ടാൽ വളരെ ദോഷകരമാണ്, ഒരു ദുസ്സൂചനയാണ് കാട്ടുന്നത്. കാക്ക ഇങ്ങനത്തെ ദുസ്സൂചനകൾ കാണിക്കുമ്പോൾ ഹനുമാൻ ചാലീസ് ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് കർഗമാല നൽകണം. മൃത്യുഞ്ജയ മന്ത്രവും ജപിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.